അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റായിട്ടാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ വാൾ ഡെക്കർ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെറൈറ്റി ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡെയ്സി ഫ്ലവർ ഉണ്ടാക്കുന്നത് കാണിച്ചതല്ലേ, അത് യൂസ് ചെയ്താലും മതി. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലീവ്സ് ഉണ്ടാക്കാൻ പിന്നെ പറയണ്ടല്ലോ, ജസ്റ്റ് വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ആ കുഞ്ഞ് ബൗളെടുത്തത് കുറച്ച് വൈറ്റ് ബീഡ്സാണ്. അത് ഞാൻ നമ്മളെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ നടുക്ക് വെക്കാനായിട്ട് വെച്ചതാണ്. ഇനി നമ്മൾ ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഞ്ഞി ലീവ്സാണ് ഉണ്ടാക്കിയത്, പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കുഞ്ഞി ലീവ്സാണ് ഉണ്ടാക്കിയത്. ആ ഒരു 3 ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. ഈ കുഞ്ഞി സാധനങ്ങളില്ലേ അപ്പം ഇങ്ങനെ വരത്തില്ല, വേഗമൊന്നും വരത്തില്ല. അപ്പം ഞാൻ കുറച്ച് ടൈം എടുത്ത് അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ഒരു 4 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 4 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ ഒട്ടിക്കണം. പിന്നെ ഫ്ലവർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രൈറ്റ് ഷെയ്ഡ്സ് എടുക്കുകയാണെങ്കിൽ രസം ഉണ്ടാവും, പേസ്റ്റൽ ഷെയ്ഡ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ രസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഫ്ലവർ കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ട് നല്ല എസ്തറ്റിക് ആയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. അതിൻ്റെ നടുക്കാണ് ഞാൻ ആ ഇത് വെച്ചുള്ളത് കേട്ടോ, ഞാൻ ആ ബീഡ്സ് വെച്ചുള്ളത്. ഇനി നമുക്ക് ആ 4 ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, പിന്നെ നമുക്ക് റെസ്പോണ്ടൊന്നും അങ്ങനെ ഇല്ല. അപ്പം നമ്മൾ ഗിവ് അവേ ക്യാൻസൽ ആക്കിയാലെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട്, ഇപ്പം എൻ്റെ വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. വ്യൂസ് ഒരു 100 വ്യൂസിനേക്കാളും എബോവ് 100 വ്യൂസ് ഉണ്ട്. പക്ഷേ ആ 100 ആൾക്കാരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യായിരുന്നു. അതിൻ്റെ പകുതി ആൾക്കാർ, 50 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം 2 വിന്നേഴ്സിന് 10 ഷീറ്റ് സ്റ്റിക്കറാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാനങ്ങനെ 4 ഫ്ലവേഴ്സിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. തൊട്ടാൻ ഇത്തിരി പണിയാണ്. ഓക്കെ, 4 നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വൈറ്റ് A4 ഷീറ്റ് ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഷേപ്പിലും പിന്നെ നല്ല നേർത്ത ലൈൻസാക്കി കട്ട് ചെയ്തതിന് ശേഷം ആ ഫ്ലവേഴ്സ് അതിന് ഇങ്ങനെ ഞാനൊരു 3 ഫ്ലവേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ ഒട്ടിക്കുക. കണ്ടോ, അതുപോലെ ഒട്ടിക്കുക. തൊട്ടാനിത്തിരി പണിയാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ ഒരു ഫ്ലവറും കൂടെ ഒട്ടിക്കാനുള്ള സ്ഥലം വെച്ചതിന് ശേഷം ബാക്കി ആ ലൈന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ A4 ഷീറ്റിൽ അത് നല്ല നേർത്ത ലൈൻസാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നും ഞാൻ അതിൽ ചെയ്തില്ല. പിന്നെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പരുവത്തിലും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്മേലാണ് നമ്മൾ ഈ സ്ട്രിങ് ഒട്ടിച്ചത് കേട്ടോ. ഇനി ഇങ്ങനെ 2 സൈഡിലും 4 വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.